ഇന്ന് ഞാനൊരു യാത്ര പോവാണേ. ശരിക്കും ഇത് ഞാൻ പോവേണ്ട യാത്രയല്ല കേട്ടോ. കണ്ണൂർ മുത്തപ്പനെ കാണാൻ പോകാൻ വേണ്ടി എൻ്റെ അമ്മായിയമ്മ വന്ദേ ഭാരതിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കാരണം പുള്ളിക്കാരിക്ക് ഉഴിച്ചിലും തടവലും ഒക്കെ ആയിട്ട് ചെറിയൊരു ബെഡ് റെസ്റ്റാണ്. അപ്പോൾ ഒരു ചോദ്യം, എങ്കിൽ പിന്നെ ആര് പോകും? ടിക്കറ്റ് ക്യാൻസൽ ആക്കിയാലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി കയറി വീണു. ഞാനാണെങ്കിൽ വന്ദേ ഭാരതി കയറിയിട്ടുമില്ല. പിന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ടിക്കറ്റൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. കൃത്യസമയത്ത് ട്രെയിൻ വന്നു. ട്രെയിൻ യാത്രകളെന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് വൃത്തിയായിരുന്നു ഒരു വിഷയം. പക്ഷേ വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ അതിലൊരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അടിപൊളിയായിരുന്നു. നീറ്റ് ആൻഡ് ടൈഡി 3:2 എന്ന റേഷ്യോയിലാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഫ്ലൈറ്റ് കയറിയ ഫീൽ ഉണ്ടായിരുന്നു. ട്രെയിനിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് കിട്ടിയത്. കിട്ടിയ പാതി കിട്ടാത്ത പാതി ഞാൻ അപ്പോഴേ പാൽപ്പൊടിയെല്ലാം തട്ടി അതിനകത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ദേ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ആൻറ്റി തന്നെയാണ് കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ കുശലം പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പായി. ട്രെയിനിൻ്റെ തണുപ്പിൻ്റെ ഇടയിൽ ചായ കുടിക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ ഞാൻ അതിൻ്റെ കൂടെ കിട്ടി സ്ലിപ്പ് നോക്കാൻ മറന്നുപോയി. ശരിക്കും അതിനകത്ത് മെനു അടങ്ങുന്ന QR കോഡും കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള നമ്പറും സകല ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആഹാരത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം അവരിലോട്ട് എത്തിക്കാൻ ഇതിൽ പരം നല്ലൊരു മാർഗം വേറെന്താണുള്ളത്? അപ്പോഴേക്കും ദാഹം മാറ്റാനുള്ള വെള്ളം എത്തിയിട്ടുണ്ട്. അതും നല്ല ഹൈജീനിക്കായിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ നല്ല വൃത്തിയായിട്ട് പാക്ഡായിരുന്നു. വെള്ളം കുടിച്ചിട്ടും എനിക്കിഷ്ടപ്പെട്ടു. TTR വന്നു, ടിക്കറ്റൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂസ് പേപ്പർ കിട്ടി. ആകെ മൊത്തത്തിൽ വന്ദേ ഭാരതിലുള്ള എൻ്റെ യാത്ര വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ട്രെയിൻ യാത്രകളിലെ ഏറ്റവും ബെസ്റ്റ് യാത്രയാണെന്ന് ഞാൻ പറയും. കാരണം അറിയാമല്ലോ, ഹൈജീൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്.